മെഹനാസിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ എന്താണ്? മെഹനാസിന് ജാമ്യം കിട്ടുമോ? ജാമ്യം കിട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ചോദ്യങ്ങളാണ് ചില ആളുകൾ ചോദിക്കുന്നുള്ളത്. കുറച്ചാളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മെഹനാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകാം. നോക്കൂ, ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കോടതിയിലാണ് നിലവിൽ വിഷയമുള്ളത്. കോടതിയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ സംസാരിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതെനിക്കെതിരെയുള്ള ഒരു വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതായത് കോടതി ഇലക്ഷൻ നടപടികളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. എന്നാൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഹനാസിനെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. നോക്കുക, ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഒരു പൗരന് രാജ്യത്ത് തൻ്റെ ഭാഗം കോടതിയെ ധരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിനു വേണ്ടിയിട്ട്, അതായത് അവൻ്റെ ഭാഗം അവന് പോലീസ് ചിലപ്പോൾ അന്യായമായിട്ട് ഇയാൾക്കെതിരെ FIR തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ ആ FIRന് മേലിൽ ഒരു ജുഡീഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കോടതിയിൽ നിന്നുള്ള ഒരു സംരക്ഷണം, കോടതിയെ കാര്യം ബോധിപ്പിക്കാനുള്ള ഒരു അവകാശം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു പൗരന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാം. എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, എൻ്റെ ഭാഗം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിക്കാം. അങ്ങനെ ഒരാൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു തീരുമാനമാകുന്നത് വരെ ചില സമയങ്ങളിൽ പോലീസ് ചില ആളുകളെ അറസ്റ്റ് ചെയ്യാറില്ല. എന്നാൽ ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ചെയ്യാത്തതിന്റെ കാരണം എന്തായാലും അതിന്റെ തീരുമാനം ഒന്ന് പുറത്തു വരട്ടെ എന്ന് കാത്തു നിൽക്കുകയാണ് പലപ്പോഴും പോലീസ് ചെയ്യാറുള്ളത്. എന്തായാലും ഇതൊരു സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മെഹനാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതിനിടയിൽ ശ്രമിച്ചിട്ടുണ്ട്. നീലേശ്വരം പോലീസ് പെട്ടെന്ന് മെഹനാസിന്റെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ആ സമയം മെഹനാസിനെ പോലീസിനെ കണ്ടെത്താനായില്ല. അതുകൂടാതെ ഒരു പ്രാവശ്യം കോഴിക്കോട് നിന്നുള്ള DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും മെഹനാസിന്റെ വീട്ടിൽ പോയിരുന്നു. അന്നും മെഹനാസിനെ കണ്ടെത്താനായിട്ടില്ല. അതുകൂടാതെ നിരവധി തവണ മെഹനാസിന് വേണ്ടിയിട്ട് ഇവർ തിരച്ചിൽ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ തൽക്കാലം ഒന്ന് പോലീസ് മാറി നിൽക്കും. കാരണം ഒരു ജുഡീഷ്യൽ പ്രൊട്ടക്ഷൻ വരും. ഇന്ന സമയം വരെ, അതായത് കോടതി വാദം കേൾക്കുന്ന ഈ സമയം വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ള ഒരു തോന്നലുകളൊക്കെ പോലീസുകാർക്കിടയിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നുള്ള തീരുമാനം പുറത്തു വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തായി മെഹനാസിന്റെ കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ 2 തവണ പരിഗണിച്ചു. അതായത് ഒരു പ്രാവശ്യം ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ഭാഗത്ത് നിന്നുള്ള, അതായത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പെറ്റീഷൻ അഡ്വക്കേറ്റ് റഫ്താസിന്റെ നേതൃത്വത്തിലുള്ള കുടുംബത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകർ ഒരു പെറ്റീഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ പെറ്റീഷനിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് റിഫയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം. കാരണം അന്വേഷണ സംഘം വളരെ വ്യക്തമായി ആ മൊബൈൽ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെ ആ മൊബൈൽ ഫോണിൽ നിന്നുള്ള മെസ്സേജുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ വ്യക്തമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ വന്നിട്ടുള്ള കോളുകൾ, അതിൽ വന്നിട്ടുള്ള ആ മെസ്സേജുകൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് പോയിട്ടുള്ള കോളുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ മെഹനാസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതും പെറ്റീഷനിലുണ്ട് എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ ആദ്യത്തെ ദിവസം ആ പെറ്റീഷൻ ജഡ്ജ് സ്വീകരിക്കുകയും, എന്നാൽ ഇന്ന് മെഹനാസിന്റെ അഭിഭാഷക മെഹനാസിന്റെ ഭാഗം ഹൈക്കോടതിയിൽ പറയുന്നു. അതുകൂടാതെ റിഫയുടെ അഭിഭാഷകനായിട്ടുള്ള റഫ്താസ്, അതുകൂടാതെ പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതിയെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ഏകദേശം 10ൽ കൂടുതൽ 15 മിനിറ്റോളം അവിടെ വാദം നടന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 15 മിനിറ്റ് ദൈർഘ്യം ഉള്ള ഈ വാദത്തിനൊടുവിൽ കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, റിഫയുടെ വിഷയം എന്ന് പറയുന്നത് ഒരു സെൻസേഷണൽ കേസാണ്. അതിൽ വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 9-ാം തീയതിയിലേക്ക്, അതായത് ഈ മാസം ജൂൺ
ജൂൺ 9-ാം തീയതിയിലേക്ക് ഒന്നെങ്കിൽ ഓർഡർ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 9-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വിശദമായിട്ടുള്ള വാദം കോടതി കേട്ടു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ 9-ന് ശേഷമേ, ജൂൺ 9-ന് ശേഷമേ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാനാകത്തുള്ളൂ. അപ്പോൾ ഒരു ജുഡീഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവാറുണ്ട്. ഒരു വ്യക്തിക്ക് ഇന്ന സമയം വരെ, ഈ 9-ാം തീയതി വരെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതോ അങ്ങനെയുള്ള ഒരു ജുഡീഷ്യൽ പ്രൊട്ടക്ഷൻ സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ PC ജോർജിന്റെ ഒക്കെ വിഷയത്തിൽ കണ്ടു. പിന്നീട് അയാളുടെ ജാമ്യം റദ്ദ് ചെയ്തു. അയാൾ എന്ത് ചെയ്തു? അറസ്റ്റായി. പിന്നെ അതുകൂടാതെ മറ്റൊരു കേസിൽ അയാൾ സ്റ്റേഷനിൽ പോയ സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് ശേഷം, ഈ 9-ന് ശേഷം എന്താണ് സംഭവിക്കുക, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൂടാതെ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്, ഇതാണ് ഈ കേസിലെ ഏറ്റവും ഹൈലൈറ്റ് ഘടകം. അന്ന് രാത്രി റൂമിനകത്ത് എന്താണ് സംഭവിച്ചത്? ഇത് ജംഷാദ് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പോലീസ് കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൂടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇനിയും വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കിട്ടണം എന്നുണ്ട് എങ്കിൽ മാനാസ് എന്തായാലും പോലീസ് കസ്റ്റഡിയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം മാനാസിനെ വളരെ വ്യക്തമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് റിഫയുടെ കേസിൽ അപ്ഡേഷൻ ഇല്ലാത്തത്, എത്രയും പെട്ടെന്ന് അപ്ഡേഷൻ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടന്റുകൾ ഇല്ലാതെ, വിവരങ്ങൾ ലഭിക്കാതെ ഞാൻ ഒന്നും പറയത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി ഇലക്ഷൻ നടപടിയാകും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.